Alhamdulillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Amma ba'd, fa inna khayral hadith kitabullah wa khayral hadi hadi Muhammadin sallallahu alaihi wasallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Aminu billahi wa rasulihi wa anfiqu mimma ja'alakum mustakhlifina fihi falladhina amanu minkum wa anfaqu lakum ajrun kabir. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി വിധിവിലക്കുകൾ പാലിക്കുന്നവരായി മുത്തഖീങ്ങളായി മാറാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചത് വംശീയതയെക്കുറിച്ചായിരുന്നു. ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യൻ ഫാഷിസം, ലോകത്തുള്ള സാമ്രാജ്യത്വ ശക്തികൾ എല്ലാത്തിൻ്റെയും ഉള്ളടക്കം വംശീയവാദമാണെന്നും ആ വംശീയതയാണ് ഒരു വിഭാഗത്തെ വംശീയമായിട്ട് തന്നെ ഉന്മൂലനം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത്. ആ ഒരു ചരിത്രം ഫിർഔന്റെ തന്നെ ചരിത്രമാണെന്നും ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഉന്മൂലനാശത്തിന് ഫിർഔൻ സ്വീകരിച്ചതും ആൺസന്തതികളെ കൊന്നൊടുക്കലായിരുന്നു എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വംശീയതയോട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഇന്നും അതിനെ അഭിമുഖീകരിക്കാൻ എത്ര തന്നെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ കരുത്തിൽ അതിനെ അഭിമുഖീകരിക്കാൻ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്ന കാര്യവും നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. വംശീയവാദത്തോട് നേരെ വിരുദ്ധമായ ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. മനുഷ്യരൊക്കെ ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നും തുല്യരാണെന്നും വല്ല വ്യത്യാസവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകളിലും അവരുടെ ഭക്തിയിലും അവരുടെ നന്മയിലും മാത്രമാണ് എന്ന ബദൽ ആശയം തീർച്ചയായും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ബദൽ ആശയത്തിൽ നിന്ന് വംശീയതയെ അഭിമുഖീകരിക്കുവാൻ ലോകത്തെങ്ങാനുമുള്ള വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് പ്രത്യേകിച്ച് ഇസ്ലാമിനെ അഭിമുഖമാക്കി നിർത്തി
ഇസ്ലാമിനെ വേട്ടയാടാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ ഉള്ളടക്കത്തിൽ വംശീയത മാത്രമല്ല, മുതലാളിത്തവും അതിന്റെ ഉള്ളടക്കം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുതലാളിത്തം എന്ന വാക്ക് പ്രയോഗിക്കുമ്പോൾ ചില അഭംഗി അതിനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ വാക്കാണ് ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ മുതലാളിയോടോ മുതലിനോടോ സമ്പത്തിനോടോ സമ്പത്ത് ഉണ്ടാക്കുന്നതിനോടോ അല്ലെങ്കിൽ അധ്വാനിക്കുന്നതിനോടോ അധ്വാന പരിശ്രമങ്ങളിലൂടെ ഒരാൾ നല്ല വഴിക്ക് മുതലാളിയാകുന്നതിനോടോ ഉള്ള ഒരു വിരോധമല്ല യഥാർത്ഥത്തിൽ മുതലാളിത്തം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം മൂലധന കേന്ദ്രീകൃതമായ ഒരു സമ്പദ്ഘടനയോടുള്ള വിയോജിപ്പാണ് നമ്മൾ അതിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പദമാണ് ഇന്ന് എല്ലായിടത്തും പ്രയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ പദം പ്രയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്യാപിറ്റലാണ്, ക്യാപിറ്റലിസമാണ് എന്നുള്ളതാണ്. അപ്പോൾ മുതലാളിത്തം എന്ന് പറയുന്ന ആശയം, സമ്പത്തിനോട് വെച്ചു പുലർത്തുന്ന നിലപാട്, യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് ഈ നിലപാടിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. മുതലാളിത്തം എന്ന ആശയത്തോട് പല ആശയങ്ങളും സാമ്പത്തിക രംഗത്തുണ്ട്. ആ ആശയങ്ങളൊക്കെ പലതും പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ക്യാപിറ്റലാണ്, മൂലധനമാണ് എന്നുള്ളതാണ്. മൂലധനത്തിന്റെ പ്രത്യേകത 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബദൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർമ്മിച്ചിരുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഖുർആനിൽ നിന്ന് തന്നെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഇക്കാലത്ത് വിശ്വാസിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ തിന്മ ക്യാപിറ്റലിസം ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടെററിസം ആണെങ്കിൽ തീർച്ചയായിട്ടും ഖുർആനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതിനെ നേരിടാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്തത്തിന്റെ അടിസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതൊരു പ്രത്യേകമായ തത്വശാസ്ത്രമായി യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നതല്ല. പക്ഷേ രൂപപ്പെട്ടു വന്നപ്പോൾ അതിന് ചില തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അത് മത്സരത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. മത്സരത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാൾ മത്സരിക്കുമ്പോൾ അതിൽ മസിൽ പവറും മണി പവറും ഉള്ള ആള് അഥവാ ആരോഗ്യമുള്ളവൻ, അതേപോലെ തന്നെ സമ്പത്തുള്ളവൻ, അവൻ വിജയം വരിക്കുമ്പോൾ മറ്റുള്ളവൻ പരാജയപ്പെടുന്നത് അന്യായമല്ല, അത് ന്യായമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അഥവാ സമ്പത്തുള്ളവന് സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം, അത് ചെയ്യാൻ കഴിയാത്തവൻ പരാജയപ്പെടുന്നത് പ്രകൃതിയുടെ ഒരു തത്വമാണ് എന്ന ഒരു നീതിരഹിതമായ ഒരു തത്വശാസ്ത്രം തന്നെ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയം, ധനം തന്റേതാണ്, എന്റേതാണ് ധനം, എന്റെ ധനം എങ്ങനെ അത് പെരുപ്പിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും, എന്റെ ധനം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും, എന്റെ ധനത്തിൽ മറ്റാർക്കും ഒരു അവകാശവുമില്ല, എന്റെ ധനത്തിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, ഒന്നും ചോദിക്കേണ്ടതില്ല, ഞാൻ എന്റെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് എന്റെ സമ്പത്തിനെ ഞാൻ പെരുപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു അടിസ്ഥാനം പലിശയാണ്. മുതലാളിത്ത സമ്പദ്ഘടനയുടെ ഒരു അടിസ്ഥാനം തന്നെ പലിശയാണ് എന്നുള്ളതാണ്. ഈ ഒരു സാമ്പത്തിക ഘടന ഇന്ന് ലോകത്ത് എല്ലായിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ലോകത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പലിശയുടെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഈ ക്യാപിറ്റലിസമാണ്, മുതലാളിത്ത സമ്പദ്ഘടനയാണ്. യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യമില്ല. സാമ്പത്തിക മാന്ദ്യം യഥാർത്ഥത്തിലുള്ളത് സമ്പന്ന രാജ്യങ്ങളിലാണ്. ആ സമ്പന്ന രാജ്യങ്ങളുടെ എല്ലാവിധ തകർച്ചകളും മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന്റെ വരെ സമ്പത്ത് അവരുടെ തകർച്ചയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ ലോകത്തോട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു ലോക സാമ്പത്തിക മാന്ദ്യം എന്ന്. യഥാർത്ഥത്തിൽ ഇത് അവരുടെ മാത്രം മാന്ദ്യമാണ്. പക്ഷെ അവരുടെ മാന്ദ്യം അവരുടെ സംസ്കാരത്തെയും അവരുടെ സാമ്പത്തിക രീതിയെയും സ്വീകരിച്ച ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ, ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ, ഏതൊക്കെ സമൂഹങ്ങളുണ്ടോ അവരൊക്കെയും തന്നെ ഈ പലിശാധിഷ്ഠിത ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന, മറ്റുള്ളവരുടെ മേൽ കൈവെക്കാൻ അനുവാദം കൊടുക്കുന്ന, മണി പവറിനെ മാത്രം കേന്ദ്രീകരിക്കുന്ന, മത്സരത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ മുതലാളിത്ത സമ്പദ്ഘടന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തീർച്ചയായിട്ടും അതിന്റെ മാന്ദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലായിടത്തും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ വിഷയമാകുന്നത് ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഖുർആൻ ഇതിനൊക്കെ ബദൽ നമുക്ക് നൽകിയിട്ടുണ്ട് വളരെ നേരത്തെ. ആ ബദലുകളിലൂടെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആലോചനകളെയും കൊണ്ടുപോവുക മാത്രമല്ല, ഇതിന്റെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്ന ലോകത്തിന് പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ബദൽ സാമ്പത്തിക ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ തന്നെ ഒരു തേട്ടമാണ് എന്നാണ്. ഇതെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളെ ഇത് ബാധിച്ചില്ല. കാരണം എന്താണ്? ഇന്ത്യയിലെ ബാങ്കുകൾ ലോക മൂലധന നിക്ഷേപത്തെ അനുവദിച്ചില്ല. ഒരു മേഖലയിൽ ഈ ലോക സമ്പദ്ഘടനയെ അംഗീകരിക്കാതിരുന്നപ്പോൾ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ട് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് പലിശ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഈ സമ്പദ്ഘടന ഇന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറും ഊഹം മാത്രമാണ്. നമ്മളൊക്കെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഊഹമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഊഹം അതായത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുക, എന്നിട്ട് ആ വില നിശ്ചയിച്ചതിനെ കൂട്ടിപ്പറയുക, ഏറിപ്പറയുക. അതിന്റെ ചെറിയ രൂപങ്ങളാണ് റിയൽ എസ്റ്റേറ്റുകളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. 5000 രൂപക്ക് വിൽക്കേണ്ടുന്ന ഒരു സ്ഥലത്തിന് 10000 രൂപ വില പറയുക, എന്നിട്ട് മറ്റൊരാൾ 12000 രൂപ വില പറയും. അങ്ങനെ ഊഹത്തിൽ ഉണ്ടാക്കിയത് ഒരു ബലൂൺ വികസനമാണ്, ഒരു ബലൂൺ അഭിവൃദ്ധിയാണ്. ഇതിനെ ബബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഊതിവീർപ്പിക്കുന്ന, ഇതിങ്ങനെ പൊള്ളയായിട്ട് നിൽക്കുന്ന ഒരു ബലൂൺ സാമ്പത്തിക വ്യവസ്ഥ. ഈ ബലൂണിൽ ചെറിയൊരു ശുശിരം വീണാൽ അത് പൊട്ടി, അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണിത് എന്ന ഇതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇനി അഭിമുഖീകരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഇതിന്റെ ബദൽ നിർദ്ദേശിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് മാത്രമേ കഴിയൂ. നേരത്തെ ബദലുമായിട്ട് വന്ന ആളുകൾ ഈ വഴിയിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, പലിശയാണ് ഇതിന്റെ തകർച്ചയ്ക്കുള്ള ഒന്നാമത്തെ കാരണമായി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പലിശ അതിശക്തമായിട്ട് എതിർത്തത് അള്ളാഹുവിന്റെ ദീനാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പലിശ വളരെ ശക്തമായിട്ടാണല്ലോ ഇസ്ലാം എതിർത്തത്. പലിശയുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഹർബ് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അവർ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ആ പലിശയുടെ അടിത്തറയിലാണ് ഇത് കെട്ടിപ്പടുക്കപ്പെട്ടത്. അമേരിക്കയിൽ എല്ലാ വീടുകൾക്കും ലോൺ കൊടുത്തു, ഭവന നിർമ്മാണത്തിന് വേണ്ടി. ആരും കൊടുക്കില്ല. കാരണം എന്താണ്? തിരിച്ചടക്കാൻ കഴിയാത്തവർക്ക് കടമില്ല. അതൊക്കെ ഈ സമ്പദ്ഘടനയുടെ പ്രത്യേകതയാണ്. കടം ആവശ്യമുള്ളവനല്ല കടം കൊടുക്കുക, കടം തിരിച്ചടക്കാൻ കഴിയുന്നവനെ കടം കൊടുക്കൂ. വീടില്ലാത്തവൻ കടം തിരിച്ചടക്കാൻ കഴിയാത്തവനായതുകൊണ്ട് അവന് കടം കൊടുക്കേണ്ടതില്ല. എന്നാൽ പിന്നെ എങ്ങനെ കടം കൊടുക്കാം? സാധാരണ പലിശ എത്രയാണോ അതിന്റെ 5 ഇരട്ടി പലിശയാക്കിയിട്ട് അവന് കടം കൊടുക്കുക. അങ്ങനെ കടം കൊടുത്തപ്പോ അവർക്ക് പലിശ മടക്കിയടക്കാൻ കഴിയാതിരുന്നപ്പോ അവരുടെ വീടുകളൊക്കെ വീടുകളായിട്ട് നിൽക്കുകയും ബാങ്കുകൾക്ക് റിട്ടേൺ ഇല്ലാതെ വരികയും ചെയ്തപ്പോ അവിടെയുള്ള ബാങ്കുകളൊക്കെ പാപ്പരായി. ലോകത്തെ പ്രമുഖമായ 10-24 ബാങ്കുകളാണ് അമേരിക്കയിൽ മുഖം കുത്തി വീണത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പലിശയിലാണ് അത് കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൃത്യമായ ഒരു സമ്പദ്ഘടനയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന സമ്പദ്ഘടനയാണത്. വിശദാംശങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന സമ്പദ്ഘടനയാണത്. നടപ്പിലാക്കുന്നിടത്തും വേറിട്ട് നിൽക്കുന്ന സമ്പദ്ഘടനയാണ്. ഏറ്റവും ഒടുവിൽ സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന ഫലങ്ങൾ തീർത്തും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ തീർത്തും ബദലായ ഒരു സാമ്പത്തിക ശാസ്ത്രം തന്നെ ഇസ്ലാം മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമതായിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ ഉടമ സ്റ്റേറ്റ് ആയിരുന്നു എങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയിൽ സമ്പത്തിന്റെ ഉടമ യഥാർത്ഥത്തിൽ വ്യക്തിയാകുന്നു എന്നുള്ളതാണ്. ഇവിടെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ വ്യക്തി അതിക്രമകാരിയായിട്ട് മാറുന്നു. അപ്പുറത്ത് സ്റ്റേറ്റിന് മാത്രം ഉടമാവകാശമാകുമ്പോൾ വ്യക്തി തീർത്തും നിസ്സഹായനായിത്തീരുന്നു. അവന്റെ പ്രകൃതിദത്തമായ അധ്വാന തൽപരതയെ അത് നിരാകരിക്കുന്നത് കൊണ്ട്, പ്രകൃതി വിരുദ്ധമായതുകൊണ്ട് അതും പരാജയപ്പെടുന്നു. പക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരാശയമാണ്. അധ്വാനിക്കുവാനും പരിശ്രമിക്കുവാനും സമ്പാദിക്കുവാനുമുള്ള മനുഷ്യനിലുള്ള അന്തർലീനമായ അവന്റെ ആ പ്രവണതയെ കൃത്യമായി പ്രചോദിപ്പിച്ചുകൊണ്ട് അവൻ അധ്വാനശീലനാക്കുന്നു. നീ അധ്വാനിക്കണം, അധ്വാനത്തിന് പ്രതിഫലമുണ്ട്, നീ നന്നായിട്ട് അധ്വാനിക്കണം. നിന്റെ അധ്വാനം ഒരു ഇബാദത്താണ്, അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്. പള്ളിയിലേക്ക് വിളിച്ചാൽ നീ പള്ളിയിൽ ഓടിയെത്തണം, പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞാൽ വേഗം നീ പുറത്തു പോകണം. എന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണം, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. അതാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, പണിയെടുക്കുന്നത്, സമ്പത്തുണ്ടാക്കുന്നത്, ഐശ്വര്യമുണ്ടാക്കുന്നത് അത് പുണ്യകരമായ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ അധ്വാനിക്കാനും സമ്പത്തുണ്ടാക്കാനുമുള്ള സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവനെ നിരന്തരമായി അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ആത്തൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. മാലില്ല,
അള്ളാഹുവിന്റേതാണ് ധനം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റേതാണ് ധനം, സ്റ്റേറ്റിന്റേതല്ല ധനം. അതേപോലെ തന്നെ വ്യക്തിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള അല്ല ധനം. ധനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റേതാണ്. പക്ഷെ അള്ളാഹുവിന്റെ ധനം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റേതാണ് ധനമെങ്കിൽ എനിക്കെന്ത് കാര്യം എന്ന ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പോഴേക്കും അള്ളാഹു പറയുന്നു, ആമിനു ബില്ലാഹി വ റസൂലി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലിഫീന ഫീ ഫല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. പിന്നീട് ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലിഫീന ഫീ, ഏതൊന്നിലാണോ നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകിയിരിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കി നിങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ അള്ളാഹു പ്രതിനിധിയാക്കിയിരിക്കും. മുസ്തഖ്ലിഫീന ഫീഹി, ഏതൊരു വിഭവത്തിലാണോ അള്ളാഹു നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അതൊരു അമാനത്തായി സ്വീകരിച്ചുകൊണ്ട് സ്വാഭാവികമായ ഉടമാവകാശം അനുവദിച്ചുകൊണ്ട് സമ്പാദിക്കാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട്, എന്നാൽ നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ മുതലാളിത്തത്തെ പോലെ അനുവദിക്കില്ല. അള്ളാഹുവാണ് ഈ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ. നിനക്കത് സ്വരൂപിക്കുവാനും അതിന്റെ ഒരു നാമമാത്രമായ ഉടമയാവാനും അത് ചെലവഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ യഥാർത്ഥ ഉടമ അള്ളാഹു ആയതുകൊണ്ട് ആ അള്ളാഹു എങ്ങനെയാണ് സമ്പാദിക്കാൻ ആവശ്യപ്പെട്ടത് ആ വഴിയിലൂടെ മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ. ആ അള്ളാഹു എങ്ങനെയാണ് അതിനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു അടിസ്ഥാനമാണ്, ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. മറിച്ചുള്ള നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് അത് ശിർക്കും കുഫ്റുമാണ് എന്നുള്ളതാണ്. മറിച്ചുള്ള നിലപാട്, സമ്പത്ത് എന്റേതാണ് എന്ന നിലപാട് ശിർക്കിന്റേതും കുഫ്റിന്റേതുമാണ് ആ നിലപാട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ശിർക്ക് കുഫ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ ആരാധനാ കാര്യങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, എല്ലാത്തിന്റെയും ഉടമാവകാശം, നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനാണ്, അതേപോലെ തന്നെ ഉടമാവകാശവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് അള്ളാഹുവിനാണ് ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളുടെയും എല്ലാ സമ്പത്തിന്റെയും ഉടമാവകാശം അള്ളാഹുവിനാണ്. ആ ഉടമാവകാശം തനിക്കാണ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുന്നു, കുഫ്റാകുന്നു. ആ ഉടമാവകാശം മറ്റു വല്ലതിനുമാണെന്ന് പറഞ്ഞാൽ അവിടെയും അത് ശിർക്കാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാടായിരുന്നു കാറൂൻ മുതലാളി സ്വീകരിച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഹാമാനെക്കുറിച്ചും കാറൂനെക്കുറിച്ചും ഫറോവയെക്കുറിച്ചും മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും കോപ്റ്റിക് വംശത്തെക്കുറിച്ചും ഇസ്രായേൽ ജനതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരു ചെറിയ വിശകലനം നമ്മൾ നടത്തുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറൂൻ മുതലാളി ഇതിന്റെ ഒരു പ്രതീകമാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഇന്നത്തെ മുതലാളിത്തത്തെ കാറൂൻ മുതലാളിയിലൂടെ വായിക്കാൻ നമ്മൾ സന്നദ്ധമാവുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാറൂൻ മുതലാളികളോട് വിശ്വാസികൾ പറഞ്ഞു, അല്ല മുതലാളി, ഈ തോന്നിയാസം നിർത്തണം, നീ ആഖിറത്തിന് ഉപകരിക്കും വിധം ഇഹലോകത്ത് ഉപകരിക്കും വിധം നിന്റെ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോ കാറൂൻ മുതലാളി അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, കാല ഇന്നമാ ഊതീതുഹു അല ഇൽമിൻ ഇൻദി, ഇത് എന്റെ അറിവ് കൊണ്ട്, എന്റെ ഇൽമു കൊണ്ട്, എന്റെ സയൻസ് കൊണ്ട്, എന്റെ ടെക്നോളജി കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത എന്റെ സമ്പത്താണ്. അതെങ്ങനെ ചെലവഴിക്കണം, അതൊക്കെ ഞാൻ തീരുമാനിച്ചുകൊള്ളും, അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിൽ പ്രതികരിച്ച കാറൂൻ മുതലാളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാദത്തെ അംഗീകരിക്കുകയല്ല, അദ്ദേഹത്തിന്റെ വാദത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിൽ മറ്റൊരു മുതലാളി വേറെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തോട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് നൽകി. ആ സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒമാ അലുന്നു സാഅത ഖായിമത്തുൻ വല ഇറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻകലബ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, ഒരു ആഖിറത്ത്, ഒരു പരലോകം ഉണ്ട് എന്ന് എനിക്ക് വലിയ വിചാരമില്ല, വിശ്വാസമില്ല. ഇനി അഥവാ അങ്ങോട്ട് മടക്കപ്പെടുകയാണെങ്കിൽ അവിടെയും എനിക്ക് അള്ളാഹു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. കാരണം നിനക്കൊന്നും നൽകാത്ത അനുഗ്രഹം ഈ ഭൂമിയിൽ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നൽകിയത്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ആഗ്രഹമൊന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാലും അള്ളാഹു എനിക്ക് എന്ത് ചെയ്യും, ഇതിലേറെ അനുഗ്രഹങ്ങൾ നൽകുകയായിരിക്കുമെന്നാണ് അഹങ്കരിച്ചത്. ഇന്ന് നമ്മൾ ആലോചിച്ചാൽ ഇങ്ങനെ സമ്പത്ത് മൂലധനം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ തന്നെ പടച്ചോനാക്കി നടക്കുന്ന ആളുകളുടെ യഥാർത്ഥ മാനസികാവസ്ഥ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ളതല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നൊരു ബോധമേ അവർക്കില്ലല്ലോ. അങ്ങനെ ഒരു ബോധമേ അവർക്കില്ല. ആ ബോധമില്ലായ്മയിൽ ഇദ്ദേഹം പറയുന്നു, അവിടെ അള്ളാഹു എനിക്ക് തന്നോളും എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം വലിയ ഡംബ് പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കാളും മുതലാളിയാണ്, അന അക്സറും മിൻക മാലം നഫറ, നിന്നെക്കാളും സമ്പന്നനാണ്, നിന്നെക്കാളും ശക്തിയുള്ളവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യനോട് ആ വിശ്വാസി പറയുന്നത് അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, നീ നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ, കുഫർ കാണിക്കുകയാണ്. കുഫറാണ് യഥാർത്ഥത്തിൽ എന്റെ ധനം എന്ന് പറയുന്ന ഈ മുതലാളിത്ത കാഴ്ചപ്പാട് കുഫറാണ് എന്ന് അയാളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ താക്കീത് ചെയ്യുന്നു, നീ അഹങ്കരിക്കണ്ട, അള്ളാഹു വിചാരിച്ചാൽ നിന്നെയും നിന്റെ തോട്ടത്തെയും അള്ളാഹു നശിപ്പിക്കും. എന്നെ വലിയ മുതലാളിയൊക്കെ ആക്കാൻ അള്ളാഹുവിന് കഴിയും, അള്ളാഹുവാണ് ഇതൊക്കെ നൽകുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റേതാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തി, നന്നായിട്ട് ഓർമ്മപ്പെടുത്തി. അതിനൊക്കെ പരിഹാസത്തോടു കൂടി ഈ മുതലാളി തള്ളിക്കളഞ്ഞു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തോട്ടങ്ങളെ മുഴുവനും നശിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ, എന്റെ നാശം, ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഈ തോട്ടങ്ങളൊന്നും നശിപ്പിക്കപ്പെടുമായിരുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകം തന്നെ ഉണ്ടോ എന്ന് സംശയിച്ച ഒരു മനുഷ്യൻ അവസാനം മനസ്സിലാക്കുകയാണ്, ഞാൻ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തത് കൊണ്ടാണ് എന്റെ തോട്ടങ്ങൾ അള്ളാഹു നശിപ്പിച്ചത്. കാരണം ഞാൻ ചെയ്തത് ശിർക്കാണ്. എന്റെ തോട്ടം, എന്റെ ധനം, ഞാൻ തോന്നിയതുപോലെ നടക്കും, ഇത് ചോദിക്കാൻ ആരാ? ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ സാമർഥ്യം ഉപയോഗിച്ച് ഞാൻ ആർജിച്ചെടുത്ത എന്റെ സമ്പത്ത് എന്ന കാഴ്ചപ്പാട് അത് ശിർക്കായിരുന്നു എന്ന് ആ നിഷേധിയായ മനുഷ്യന് പോലും മനസ്സിലായി. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ സമ്പത്തിനോടുള്ള ഈ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ആശയം ഏതാവട്ടെ അതിനെ ഖുർആൻ നിർത്തിയിരിക്കുന്നത് ശിർക്കിന്റെയും കുഫറിന്റെയും സ്ഥാനത്താണ്. അത് ശിർക്കും കുഫറുമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, സ്വത്ത്, നമ്മുടെ സ്വത്ത് യഥാർത്ഥത്തിൽ എന്റേത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് ഞാൻ അതിന്റെ കൈകാര്യകർത്താവാണ് എന്നിടത്ത് മാത്രമാണ്. എന്റേതല്ല, അതെന്റെ അള്ളാഹുവിന്റേതാണ് ഈ സ്വത്ത്. ഈ സ്വത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എന്റെ സ്വത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു അവകാശവുമില്ല, അത് ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ഞാൻ മൂലധനം, ഞാൻ 10 ലക്ഷം 15 ലക്ഷമാക്കാൻ നോക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പാപ്പരായവന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് അവന്റെ അവസാനത്തെ നാണയത്തൊട്ടും പലിശയായിട്ട് ഞാൻ പിൻവലിക്കും, തിരിച്ചു പിടിക്കും, എനിക്കതിൽ റിട്ടേൺ ഉണ്ടായിരിക്കും, മടക്കമുണ്ടായിരിക്കും, ഞാൻ തിരിച്ചെടുക്കും എന്ന അഹങ്കാരത്തോടുകൂടി ഒരു മുതലാളിത്തത്തിന്റെ ഈ ആശയത്തിൽ മുന്നോട്ട് പോകുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്താണ് പറയുന്നത്? ഇസ്ലാം പറയുന്നത് ഇത് നിന്റെ ഈ അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ ധനം നിന്റേതാണ് എന്നല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസാഇലി വൽ മഹ്റൂം, യഥാർത്ഥത്തിൽ ഈ മുതലാളിമാരുടെ സ്വത്തില്, സമ്പന്നരുടെ സമ്പത്തില് ഹഖ്ഖുൻ ലിസാഇലി വൽ മഹ്റൂം, ഉപജീവനം തടയപ്പെട്ടവർ, അതായത് ജീവിക്കാൻ കഴിയുന്നില്ല, പട്ടിണി കിടക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും വല്ലതും മറ്റുള്ളവരുടെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്ക് അവകാശമുണ്ട് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. അവകാശമുണ്ട് എന്ന്. ഞാനും നിങ്ങളും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സമ്പാദിച്ച എന്റെ സ്വത്ത് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോ അള്ളാഹു പറയുന്നു, നിന്റേതല്ല സ്വത്ത്, അള്ളാഹുവിന്റേതാണ്. നിന്റെ സ്വത്തിൽ നിന്റെ നാട്ടിലുള്ള പട്ടിണി കിടക്കുന്നവനും പ്രയാസപ്പെടുന്നവനും ഒക്കെ അവകാശമുണ്ട് എന്ന്. ഔദാര്യമല്ല, നമ്മൾ കൊടുത്താൽ മതി, നമ്മൾ കൊടുക്കുന്നവർക്കൊരു ഔദാര്യം, അങ്ങനെയല്ല, അവന്റെ സ്വത്താണ് എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആ കൊച്ചു സൂറയിൽ അള്ളാഹു പറയുന്നത് എന്താ? വലാ യഖുല്ലു അലാ ത്വആമിൽ മിസ്കീൻ എന്നാ. ത്വആമിൽ മിസ്കീൻ എന്നാണ്. അഗതിയുടെ ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അഗതിയുടെ ആഹാരമാണ്, നമ്മുടെ ആഹാരമല്ല. അതായത് മുതലാളിയുടേതല്ല, അത് അഗതിയുടെ ആഹാരമാണ്. ത്വആമിൽ മിസ്കീൻ, അഗതിയുടെ ആഹാരം. അപ്പൊ എന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ, അവിടെ ഒരു അഗതി ഉണ്ടെങ്കിൽ ആ അഗതിക്ക് നീ നിന്റെ സമ്പത്തിന് കുറച്ച് കൊടുക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത്. നിന്റെ സമ്പത്തിൽ അഗതിയുടെ ആഹാരമുണ്ട്, കൊടുത്തോളണം, അഗതിയുടെ ആഹാരം. അപ്പൊ എന്റേതല്ല സാധനം, നിന്റെ സ്വത്തിൽ അഗതിയുടെ ആഹാരം. നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര വിപ്ലവകരമായ ആശയമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്നിനും കൊള്ളരുതാത്തവരായി തലയും താഴ്ത്തി നടക്കുന്നത്. യഥാർത്ഥത്തിൽ കുമിള സമ്പദ്ഘടന, ബലൂൺ സമ്പദ്ഘടന ഇങ്ങനെ തകർന്ന് തരിപ്പണമാവുമ്പോ തല ഉയർത്തി നടക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശയങ്ങളെ നൽകിയിരിക്കുകയാണ്. നിന്റെ സ്വത്തിൽ, മുതലാളിയുടെ സ്വത്തിൽ പാവപ്പെട്ടവന് അവകാശമുണ്ട്. അവന്റെ ഭക്ഷണമാണ് നിന്റെ സ്വത്തിലുള്ളത്, കൊടുത്തോളണം, ഇല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം എന്ന് കൃത്യമായിട്ട് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് 2.5% മുതൽ 10-20% വരെ വ്യത്യസ്തമായ തലങ്ങളിൽ സക്കാത്ത് നിശ്ചയിച്ചത്. അങ്ങനെ സക്കാത്ത് നിശ്ചയിച്ചിട്ട് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. പലരും ചോദിക്കും,
ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ 2.5% കൊണ്ടൊക്കെ നാട്ടിലെ പ്രശ്നം പരിഹരിക്കൂലെങ്കിൽ പരിഹരിക്കുന്നത് വരെ കൊടുക്കുമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ സമ്പദ്ഘടന എന്ന് പറയുന്നത്. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ ചോദിക്കുക എന്താ ചെലവഴിക്കേണ്ടത്, കുലിൽ അഫ്വ, മിച്ചമുള്ളതാണ് ചെലവഴിക്കുന്നത്. അപ്പൊ 2.5% കണക്കില്ല. മിച്ചമുള്ളത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താണ് മിച്ചമുള്ളത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ്. അപ്പൊ 2.5 മുതൽ 20% വരെയുള്ള സക്കാത്തൊന്നും ഇല്ല. പിന്നെ എന്റെ ആവശ്യം കഴിഞ്ഞു, ആവശ്യം നിർണ്ണയിക്കേണ്ടത് ഇസ്ലാമികമായ മാനദണ്ഡം അനുസരിച്ചാണ്. അല്ലാതെ ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ കാലത്ത് മുതലാളിത്തം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ ജീവിത വീക്ഷണത്തിൽ, ധൂർത്തൻ നാഗരികതയിൽ, ധൂർത്തൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എന്റെ നിങ്ങളുടെ ഒന്നും ആവശ്യം പൂർത്തീകരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തീരാനും പോകുന്നില്ല. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ചില അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ട്, അത് പൂർത്തീകരിച്ചിട്ട് മിച്ചമുള്ളത് എന്ത് ചെയ്യണം, പിന്നെ എന്റേതല്ല കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് പ്രമുഖരായ സഹാബയെ കിറാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ടിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മിച്ചമുള്ള നിന്റെ വാഹനം, മിച്ചമുള്ള നിന്റെ ഭക്ഷണം നീ എന്ത് ചെയ്യണം, അതില്ലാത്തവർക്ക് കൊടുക്കണം. ഇങ്ങനെ എണ്ണി എണ്ണി മനുഷ്യരുടെ മൗലികമായ ആവശ്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ മിച്ചമുള്ളത്, അതിൽ മിച്ചമുള്ളത് അതില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം, അതില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കണം. ഇത് കേട്ടപ്പോ ഈ സഹാബി പറയാണ്, ഞങ്ങൾക്ക് തോന്നി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങളുടെ കൈവശം മിച്ചമുള്ള ഒന്നിലും ഞങ്ങൾക്ക് അവകാശമില്ല, ഇതിന്റെ അവകാശികളൊക്കെ ഈ മനുഷ്യരാണ്, സമൂഹമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം എന്താണ്, മിച്ചമുള്ളതൊക്കെ കൊടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ട് മിച്ചമുള്ളതിൽ ഞങ്ങൾക്കൊരു അവകാശവും ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി എന്ന് അവിടുന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പ്രദേശത്ത് ഒരാൾ പട്ടിണി കിടക്കുകയും മറ്റുള്ളവർ അത് മറിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രദേശത്ത് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയില്ല, അള്ളാഹു ആ പ്രദേശത്തെ ശപിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണല്ലോ, അള്ളാഹുവിന്റെ അടുത്ത് ഖുദ്സിയായ ഹദീസാണ്. നാളെ പരലോകത്ത് മനുഷ്യരുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, എനിക്ക് ദാഹിച്ചു, വെള്ളം നൽകിയില്ല, എനിക്ക് വിശന്നു, ഭക്ഷണം നൽകിയില്ല, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. ചികിത്സ എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പാർപ്പിടം എന്ന് പറയുന്നത്, വസ്ത്രം എന്ന് പറയുന്നത്, ഇതൊരു മനുഷ്യന്റെ മൗലികമായ അവകാശമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് സൗകര്യം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ചികിത്സക്ക് സൗകര്യം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും പാർപ്പിടം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും വെള്ളം ലഭിക്കണം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, മുതലാളിത്ത സമ്പദ്ഘടനയിൽ ഈ സംഗതിയെ തന്നെ, ഈ മനുഷ്യപ്പറ്റുള്ള ആശയത്തെ തന്നെ മുതലാളിത്ത സമ്പദ്ഘടന അംഗീകരിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ചികിത്സ വളരെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. ചികിത്സ നേരത്തെ ഫ്രീ ആയിട്ട് കൊടുത്ത അത്ര ഇപ്പൊ കൊടുക്കാൻ സന്നദ്ധമല്ല. അതേപോലെ തന്നെ ഭക്ഷണം റേഷൻ കടകളിലൂടെ നേരത്തെ കൊടുത്തതുപോലെ കൊടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. വിദ്യാഭ്യാസം നേരത്തെ സൗജന്യമായിട്ട് കൊടുത്തതുപോലെ കൊടുക്കാൻ ഇപ്പോൾ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ, മുതലാളിത്ത സമ്പദ്ഘടനയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അത് നടപ്പിലാക്കുമ്പോൾ ആ മുതലാളിത്ത സമ്പദ്ഘടനയുടെ നിർദ്ദേശം പാലിക്കണം. ആ നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരിക്കലും തന്നെ ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യന്മാർക്കൊരു സേവനവും ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ സേവനം ചെയ്താൽ നിങ്ങൾ ദരിദ്രരായിത്തീരും, നിങ്ങൾ ദരിദ്രരായിത്തീർന്നാൽ ഞങ്ങൾക്ക് പലിശ തരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ സേവനം നിർത്തണം, ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പണമില്ലാത്തവന് ചികിത്സ നിഷേധിക്കണം, പണമില്ലാത്തവന് ഭക്ഷണം വേണ്ട, മരിച്ചോട്ടെ, പണമില്ലാത്തവൻ വെള്ളം കുടിക്കണം. അത് തന്നെയാണ് അവരുടെ തിയറി. ഇതൊക്കെ പ്രകൃതി തത്വമാണെന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ മത്സരിച്ച് ഓടുകയാണ്. ഈ ഓട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നവൻ നിന്നാ മതി, മറ്റോ മരിച്ചു പോയിക്കോട്ടെ, കാരണം ഇതൊക്കെ പ്രകൃതി നിയമമാണ് എന്നാണ് മുതലാളിത്തം പഠിപ്പിക്കുന്നത്. അതായത് അടിസ്ഥാന ആവശ്യങ്ങളെ നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു എന്നുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മൗലികമായ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം വളരെ മുഖ്യമായ പരിഗണന കൊടുത്തിരിക്കുന്നു. ഈ ആവശ്യം നിർവഹിക്കാതെ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ പരിസരത്ത് ജീവിക്കുന്നവന്റെ മൗലികമായ ആവശ്യം, ഭക്ഷണം, വെള്ളം, ചികിത്സ, വിദ്യാഭ്യാസം, ഈ മൗലികമായ ആവശ്യങ്ങൾ പരിഗണിക്കാതെ നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമസ്കാരത്തിന്റെ തായമ്പ് എത്ര കട്ടിയുള്ളതായിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര തഹജ്ജുദ് നമസ്കരിച്ചിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടുകയില്ല. അതാണ് ആ ഹദീസിലൂടെ പറയുന്നത്. എനിക്ക് രോഗം വന്നു, നീ എന്നെ സന്ദർശിച്ചോ, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം നൽകിയോ, ഞാൻ ദാഹിച്ചു, നീ എനിക്ക് വെള്ളം നൽകിയോ, പടച്ച റബ്ബേ നിനക്ക് ദാഹിക്കുമോ, നിനക്ക് വിശക്കുമോ, നീ റബ്ബല്ലേ, നിനക്ക് രോഗം വരുമോ, അതേടോ നിന്റെ അയൽവക്കത്ത് ദാഹിച്ചു ഒരുത്തൻ, അവന് വെള്ളം കൊടുത്തോ, നിന്റെ അയൽവക്കത്ത് ഒരുത്തൻ രോഗി വന്നു, ആ രോഗിയായി, അവനെ നീ ചികിത്സിച്ചോ, നിന്റെ അയൽവക്കത്ത് ഒരുത്തന് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുകയായിരുന്നു, നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു.
കൊടുത്തിരുന്നുവെങ്കിൽ അതൊക്കെയും നിനക്ക് നാളെ ആഖിറത്തിൽ ഇവിടെ നിനക്കത് കാണാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മനുഷ്യരുടെ മൗലികമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട്. ഇസ്ലാമിക സമ്പദ്ഘടനയിലും ഇസ്ലാമിക സാമൂഹിക രാഷ്ട്ര സംഘടനയിലും ഇത് നിർബന്ധമായും പാലിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതുമാണ്. കാരണം അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ മുതലാളിത്തം നിരാകരിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരാളുടെ അടിസ്ഥാന ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് കൊടുക്കണമെന്ന് മാത്രമല്ല, അത് മറ്റുള്ളവന്റെ അവകാശമാണ്, ആവശ്യമുള്ളവന്റെതാണ് ഈ മുതലാളിയായ ഒരുത്തന്റെ കയ്യിലുള്ള സ്വത്ത് എന്ന വിപ്ലവകരമായ പ്രഖ്യാപനമാണ് ഈ രംഗത്ത് ഇസ്ലാം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം. മറ്റൊന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലിശയിൽ അധിഷ്ഠിതമായ ഈ വ്യവസ്ഥയിൽ മനുഷ്യരുടെ ഏറ്റവും അവസാനത്തെ നാണയത്തൊട്ടും ഊറ്റിയെടുക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസമുള്ളവനാണല്ലോ കടം വാങ്ങാൻ പോവുക, അത് ഉറപ്പാണല്ലോ. പ്രയാസമുള്ളവന് കടം വാങ്ങാൻ പോകും. പക്ഷെ ഏറ്റവും പ്രയാസമുള്ളവന് കടം കൊടുക്കൂല. കാരണം എന്താ? അവന് കടം മടക്കി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. അതാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചത്. അങ്ങനെ കൊടുക്കൂലാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എത്ര ശതമാനമാണോ സാധാരണ പലിശ അതിന്റെ 5 ഇരട്ടി പലിശക്ക് ഭവന വായ്പ കൊടുത്തു. പക്ഷെ അവർക്ക് ഈ പലിശ അടക്കാൻ തന്നെ കഴിയാതെ വന്നു. അതുകൊണ്ട് വീടുകളൊക്കെ അവിടെ നിന്നു. വീടുകൾ എന്ത് ചെയ്യാൻ? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ബാങ്കുകളൊക്കെ പൊളിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ സ്വാഭാവികമാണ്. പൊളിയണം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അവസാനത്തെ നാണയത്തൊട്ടും പലിശയായിട്ട് ഊറ്റിയെടുക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്ന ഒരു കാര്യം, ധനികരിൽ നിന്ന് ദരിദ്രരിലേക്ക് സമ്പത്ത് ഒഴുകുന്ന ഒരു ശാസ്ത്രമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തൂഖദുമിൻ അഗ്നിയാഹിം വ തുറദ്ദു ഇലാ ഫുഖറാഹിം. മുതലാളിത്തം എന്താ ചെയ്യുന്നത്? അവസാനത്തെ നാണയത്തൊട്ടും പലിശയായി മേപ്പോട്ട് വലിക്കുമ്പോൾ ഇസ്ലാം വമ്പനിൽ നിന്ന് സമ്പത്ത് താഴോട്ട് ഒഴുക്കുന്നു എന്നുള്ളതാണ്. തൂഖദുമിൻ അഗ്നിയാഹിം വ തുറദ്ദു ഇലാ ഫുഖറാഹിം. അതേപോലെ തന്നെ ഈ പലിശ എന്ന് പറയുന്ന പലിശയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലിശയുടെ ഏതെങ്കിലും ഒരു അംശം എങ്ങനെയെങ്കിലും വന്നു ചേർന്നാൽ എത്രമാത്രം അത് നമുക്ക് നാളെ പരലോകത്ത് നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അതൊക്കെ പല സന്ദർഭങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ചെകുത്താന്റെ സ്വഭാവം കാണിക്കും പലിശ വാങ്ങുന്നവൻ എന്ന് കൃത്യമായിട്ട് തന്നെ ദീനുൽ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ പലിശ നിർത്തണം. ഇതുവരെ വാങ്ങി, അത് ജാഹിലിയത്തിൽ നിങ്ങൾ വാങ്ങി, ഇനി മുതൽ ഈ പരിപാടി ഇടപാടൊക്കെ നിർത്തണം. ഇല്ലം തഫ്അലു, ഇനി നിങ്ങളത് നിർത്തുന്നില്ലെങ്കിലോ ഫഅ്ദുനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം. അതാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധമാണത്. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. അത് അള്ളാഹുവിനോടും റസൂലിനോടുള്ള യുദ്ധമാണ്. നിങ്ങൾ പലിശ വാങ്ങുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശ ഇടപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അത്രമാത്രം അത് മൊത്തം സമ്പദ്ഘടനയെ പൊളിക്കുന്നതും തകർക്കുന്നതും കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായവനെ കൂടുതൽ പാപ്പരാക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് വാങ്ങണം. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള യുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അവിഹിതമായ വഴികളിലൂടെ ആവരുത് നമ്മൾ സമ്പത്തുണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്കൊക്കെ ഒരു പ്രവണതയുണ്ട്, ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ എവിടെയും കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ള. ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം പൊളിയാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ വേഗം പോയിട്ട് തന്റെ ഷെയർ പിൻവലിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ അടിസ്ഥാനം ലാഭമുണ്ടെങ്കിൽ ഞാൻ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ട്, നഷ്ടമാണെങ്കിൽ ഇന്നെ കിട്ടുകയില്ല. ഇങ്ങനെ ഒരു ഇസ്ലാമില്ല. അത് ഇസ്ലാമിന്റെ കച്ചവട ശാസ്ത്രത്തിന് എതിരാ. ലാഭത്തിലും നഷ്ടത്തിലും പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനം അങ്ങനെ നമ്മൾ ഷെയർ ഹോൾഡർ ആകുമ്പോൾ ലാഭം മാത്രം കിട്ടും, അങ്ങനെയല്ല. ആ സ്ഥാപനം പൊളിയുമ്പോൾ ഞാൻ അതും അനുഭവിക്കും, മിച്ചമുണ്ടാകുമ്പോൾ ഞാനും അതും അനുഭവിക്കും. അതാണല്ലോ യഥാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് വരെ എല്ലാവർക്കും ഇന്ന് ലാഭത്തോട് ആർത്തിയാണ്, അങ്ങേയറ്റം ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അത്തരം ഒരു ഘടനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുതലാളിത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. നാമും അതിന്റെ ഒരു ഭാഗമാകുന്നു. നാം അതിന്റെ മുമ്പിൽ ഒന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. വിശ്വാസപരമായി നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന്. തെറ്റായ വഴിയിലൂടെ സമ്പത്ത് സ്വരൂപിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റ് നമുക്കറിയാമല്ലോ. ഒരു അധ്വാനവും ഇല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിന്റെയും ഫിഖ് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. അങ്ങനെ കുറെ ആളുകളുണ്ട്. എന്നോ എഴുതി വെച്ച കുറെ ഫിഖിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ അവനാൻ അനുകൂലമായ വിധികൾ അന്വേഷിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഫത്വകൾ അന്വേഷിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അധ്വാനിക്കാതെ, നമ്മൾ പരിശ്രമിക്കാതെ, ഒന്നും ചെയ്യാതെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അതൊരു ഊഹക്കച്ചവടമാണ്. ആരുടെയൊക്കെ സമ്പത്ത് അപഹരിച്ചിട്ട്
കിട്ടുന്നതാണ്, ഇതിൽ എന്റെ അധ്വാനമില്ല, എന്റെ പരിശ്രമമില്ല, എന്റെ വിയർപ്പിൽ ഒന്നുമില്ല, ഞാൻ കുറച്ച് പണം അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, അത് പലിശ കിട്ടുന്ന മാതിരി എങ്ങനെയോ അധികമായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സൂക്ഷ്മത പുലർത്തുകയാണ് വേണ്ടത്. എല്ലാം ഇങ്ങനെ ഇഴകേറി എവിടെയെങ്കിലും ബ്ലേഡ് ഇല്ല, പലിശ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിന്റെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് അത് തെറ്റായ വഴിയിലൂടെ. ഒരു ലോട്ടറി എന്ന് പറയുന്നതാണല്ലോ ഒരു തെറ്റായ വരുമാന മാർഗമാണ്. മദ്യം എന്ന് പറയുന്നത് തെറ്റായ വരുമാന മാർഗമാണ്. നമ്മുടെയൊക്കെ ഗവൺമെന്റുകൾ മദ്യം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് നൽകുന്ന വരുമാനങ്ങളെ കുറിച്ച് പറയാറാണ് പതിവ്. അവിടെ അവർക്ക് ആരോഗ്യം പ്രശ്നമല്ല, ഒരു സമൂഹം നശിക്കുന്നത് പ്രശ്നമല്ല, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവർക്ക് പ്രശ്നമല്ല, കുടുംബകലഹം അവർക്ക് പ്രശ്നമല്ല, ഒരു വരും തലമുറയെ തന്നെ നശിച്ചു പോകുന്ന പ്രശ്നമല്ല. അപ്പോൾ അവർ അതൊക്കെ മറന്നുകൊണ്ട് വരുമാനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള തെറ്റായ വഴികളിലൂടെ സമൂഹങ്ങളെ നശിപ്പിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലെത്തിച്ച് ലാഭമുണ്ടാക്കുന്ന എല്ലാ ഏർപ്പാടുകളും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒട്ടും തന്നെ അനുവദനീയമല്ല എന്നാണ്. അതോടൊപ്പം തന്നെ ധൂർത്തും അനുവദനീയമല്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായിട്ടും ഈ ധൂർത്ത്, ദുർവ്വയം എന്ന് പറയുന്നത് അത് ചെകുത്താന്റെ കൂട്ടുകാരാണവർ എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ച കാര്യമാണ്. ധൂർത്തും ദുർവ്വയവും ഒരിക്കലും തന്നെ അനുവദനീയമല്ല. അതേപോലെ തന്നെ വിശ്വാസികളെ കുറിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യക്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അങ്ങനെയായിരിക്കും വിശ്വാസികൾ. അവർ ധൂർത്തടിക്കുന്നവരോ എന്നാൽ പിശുക്ക് കാണിക്കുന്നവരോ ഒന്നുമല്ല. അവർ എല്ലാത്തിനും മിതമായ മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും അവർ എന്നാണ് വിശ്വാസികളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിന്റെ കണ്ണിലൂടെ, ഖുർആനിന്റെ കണ്ണിലൂടെ ഈ വർത്തമാനകാലം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ട് വിശ്വാസികൾക്കുള്ളതാണ്. വരും നൂറ്റാണ്ട് തീർച്ചയായിട്ടും വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികളുടെ ലോകമാണത്. പക്ഷേ അതിനനുസൃതമായി നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആൻ പിടിക്കേണ്ട പോലെ പിടിക്കാൻ, തുറക്കേണ്ട പോലെ തുറക്കാൻ, വായിക്കേണ്ടതുപോലെ വായിക്കാനും അത് ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടതിനെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുവാനും നമുക്ക് കഴിയും. ഒരിക്കലും നമ്മുടെ ഊർജ്ജം ഇതുപോലെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ, ഇവിടെ മുതലാളിത്ത സമ്പദ്ഘടന പൊളിഞ്ഞ് പാളിസായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ വംശീയവാദം ലോകത്ത് ഏറ്റവും വലിയ ഭീകരവാദികളാണ്, ടെററിസ്റ്റുകളാണ് എന്ന് അവരുടെ ചെയ്തികളിലൂടെ ലോകത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സുന്ദരമായ ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഈ സമയവും നമ്മൾ വേണ്ടാത്ത ശാഖാപരമായ ചർച്ചകൾക്ക് LCD പ്രൊജക്ടുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൃത്തികെട്ട അവസ്ഥയിലേക്ക് ഈ സമൂഹം ഇനിയും പോകും എന്നതിന്റെ സൂചനകളാണ് അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ആർജവമാണ്. അതിന്റെ സന്ദർഭങ്ങളാണ് നമ്മുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്രായേൽ സമൂഹത്തെ നശിപ്പിക്കാൻ, തങ്ങളുടെ സിംഹാസനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചിട്ടായിരുന്നുവല്ലോ ഫിർഔൻ മൂസാ നബി ആൺകുട്ടികളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ചത്. പക്ഷെ അള്ളാഹു എന്ത് തീരുമാനിച്ചു? ഫറോവയെ തകർക്കാൻ ആവശ്യമുള്ള മൂസാ നബിയെ അതേ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ അള്ളാഹു വളർത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള ശാഖാപരമായ കാര്യങ്ങളിലൊക്കെ കടിച്ചു കീറി സമയം നശിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അങ്ങോട്ട് ആട്ടി പുറത്താക്കി. നമ്മുടെ ഒന്നൊരു ആവശ്യവും ഇസ്ലാമിന്റെ വിജയത്തിനില്ല. അമേരിക്കയിലും ഇസ്രയേലും അവരുടെ മടിത്തട്ടുകളിൽ നല്ല നല്ല ആദർശബോധമുള്ള വിശ്വാസികളായ ചുണക്കുട്ടികളെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫറോവയുടെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വളർത്തിയതുപോലെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ ദീനിന് നേതൃത്വം കൊടുക്കുന്ന ധീര വിപ്ലവകാരികളുടെ പിന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതെ മരിച്ചു പോകേണ്ട ഗതികേടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിലേക്കുള്ള പ്രയാണത്തിൽ എനിക്കെന്ത് ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന എന്റെ ജീവിതത്തിലെ ആധുനിക ജാഹിലിയത്തിന്റെ ശീലങ്ങളെ ഊരിയെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കാൻ. എന്ത് ചോദ്യം ചോദിച്ചാലും അള്ളാഹു, എല്ലാ കാര്യങ്ങളും അള്ളാഹു, എല്ലാ കാര്യത്തിന്റെ ഉടമ അള്ളാഹു, എല്ലാം അള്ളാഹുവാണ്. ആരാധനാകാര്യം അങ്ങനെയൊന്നുമില്ല, എല്ലാം അള്ളാഹു. എല്ലാ ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരം അല്ലാ എന്ന് ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാകുമോ? എങ്കിൽ പ്രതികൂല സാഹചര്യത്തിൽ രക്തം ചോരമണക്കുന്ന മണ്ണിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് അപ്പോൾ നമുക്ക് പറയാൻ കഴിയും. ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.